നമസ്കാരം. ഓഗസ്റ്റ് മാസം 27 അതിനിർണായകമാകും എന്നാണ് വ്യാപാര രംഗത്തെ പ്രമുഖർ കരുതുന്നത്. കാരണം അമേരിക്ക ഇന്ത്യക്ക് നേരെ ഓങ്ങിയ വാൾ, അതായത് 25% അധിക തീരുവ റഷ്യയുമായി എണ്ണ വ്യാപാരം നടത്തുന്നത് കൊണ്ട് ഒരു പിഴ എന്ന രീതിയിൽ ഇന്ത്യക്ക് നേരെ ചുമത്തപ്പെടുന്ന പിഴ തീരുവ, ആ ടാരിഫ് നിലവിൽ വരുന്നത് 27 അതിനു മുൻപ് അമേരിക്കൻ പ്രതിനിധി സംഘം ഇന്ത്യയിൽ വന്ന്, വ്യാപാര സംഘം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ വ്യാപാര പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് സെറ്റപ്പ് ആക്കുമെന്ന പ്രതീക്ഷ ഇപ്പോഴില്ല. കാരണം ഇനി 2 ദിവസത്തിനുള്ളിൽ കാര്യമായ അത്ഭുതങ്ങളൊന്നും നടക്കണമെന്നില്ല. തിരക്കിട്ട കൂടിയാലോചനകൾ ഒരു അനൗപചാരികമായ രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് വിസ്മരിക്കുന്നില്ല. അത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും വാണിജ്യ മന്ത്രാലയവും സ്ഥിരീകരിക്കുന്നതുമുണ്ട്. പക്ഷെ ഓപ്പൺ നെഗോസിയേഷൻസ് നടക്കുന്നില്ല എന്നത് വാസ്തവമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിക്കി ഹാലിയുടെ വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ ചില സംസാരങ്ങൾ ശ്രദ്ധേയമാവുന്നത്. ആരാണ് നിക്കി ഹാലി? ഇന്ത്യൻ വംശജ, അമേരിക്കയിലെ അതിശക്തയായ രാഷ്ട്രീയ നേതാവ്, കാലിഫോർണിയയിലെ സൗത്ത് കരോലീനയുടെ മുൻ ഗവർണർ, 2011 മുതൽ 2017 വരെ സൗത്ത് കരോലീന ഗവർണറായിരുന്ന റിപ്പബ്ലിക്കൻ നേതാവ്. 2024 പ്രസിഡൻഷ്യൽ റേസിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി പ്രൈമറിയിൽ ട്രംപിനെതിരെ മത്സരിച്ച് 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിയടഞ്ഞ ഇന്ത്യൻ വംശജയായ ആൾ, അമേരിക്കൻ ക്യാബിനറ്റിൽ, പ്രസിഡൻഷ്യൽ ക്യാബിനറ്റിൽ ആദ്യം ഇടം പിടിച്ച, റിപ്പബ്ലിക്കൻ പ്രസിഡൻഷ്യൽ ക്യാബിനറ്റിൽ ആദ്യം ഇടം പിടിച്ച ഇന്ത്യക്കാരിയായ, ഇന്ത്യൻ വംശജയായ ആൾ. ഇതെല്ലാം നിക്കി ഹാലിയുടെ പ്രത്യേകതകളാണ്. നിക്കി ഹാലി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു നിർണായകമായ ഒരു റൈറ്റപ്പ് എഴുതി മാധ്യമങ്ങളിൽ. അതിങ്ങനെയാണ് പോകുന്നത്: ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, അമേരിക്കയും ജനാധിപത്യ രാജ്യമാണ്, ലോകത്തെ ലാർജസ്റ്റ് ഡെമോക്രസി ആൻഡ് ആർഗ്യുബിളി ക്വാളിറ്റേറ്റീവ്ലി ദി ബെസ്റ്റ് ഡെമോക്രസി. ഇന്ത്യ അമേരിക്കയെ കുറിച്ചാണ് പറയുന്നത്. ഇത് രണ്ടും ഇങ്ങനെ എക്സ്ട്രേഞ്ച്ഡായി മുഖം കറുപ്പിച്ച് നിൽക്കുന്നത് ശരിയല്ല. ചൈന ആണ് കൗണ്ടർ ചെയ്യേണ്ടത്. ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം തടസ്സമാവരുത്. സുഗമമായി ഇന്ത്യ അമേരിക്ക ടാരിഫ് വാർ അത് സുഗമമായി അവസാനിക്കണം. അതിന് ട്രംപ് വിട്ടുവീഴ്ച ചെയ്യണം, അമേരിക്ക വിട്ടുവീഴ്ച ചെയ്യണം എന്ന ധ്വനി വരുന്ന രീതിയിലാണ് കഴിഞ്ഞ ആഴ്ച നിക്കി ഹാലി പറഞ്ഞിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം നിക്കി ഹാലിയുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു കുറിപ്പ്, അത് സ്വല്പം വേറിട്ട ചിന്തയാണ്. നൗ ദ ബോൾ ഈസ് ഇൻ ഇന്ത്യസ് കോർട്ട്. ഇന്ത്യയാണ് തീരുമാനിക്കേണ്ടത്. ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യമായ അമേരിക്കയുമായി ചങ്ങാത്തം വേണോ, അതോ ചൈനയുമായി, ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ചൈനയുമായി ആണോ ചങ്ങാത്തം വേണ്ടത്? ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരിക്കലും ചേരില്ല എന്ന ഒരു നിഗമനത്തിൽ നിന്നുകൊണ്ടാണ് നിക്കി ഹാലി ഇത് പറയുന്നത്. അപ്പൊ നിക്കി ഹാലിയുടെ മാത്രം പ്രസ്താവനയെ അവലോകനം ചെയ്യുക എന്നതല്ല ഈ വീഡിയോയുടെ ഉദ്ദേശം. നിക്കി ഹാലി പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ മറുപടി കൊടുത്തു ഇന്ത്യ. അപ്പൊ ഇന്ത്യ എവിടെ നിൽക്കുന്നു, ഇന്ത്യയുടെ ചിന്തകൾ എവിടെ നിൽക്കുന്നു, വ്യാപാര യുദ്ധം ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു, നിർണായക ഒരു ഘട്ടമാണല്ലോ. 27 മുൻപുള്ള ഏതാനും മണിക്കൂറുകൾ എന്ന നിലയിൽ ഇവിടെ നിൽക്കുന്നു. ഇതാണ് ഈ വീഡിയോയുടെ ഒരു പ്രധാന ഇതിവൃത്തം. നമ്മുടെ 2 പേർ, വിനയ് കുമാർ, അദ്ദേഹം ഇന്ത്യൻ അംബാസിഡർ ടു റഷ്യ ആണ്. വിനയ് കുമാർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, നിക്കി ഹാലിയുടെ പ്രസ്താവന വന്നതിന് ശേഷം ഉടനടി തന്നെ അതിന്റെ റിബറ്റൽ വന്നിരിക്കുന്നു. അമേരിക്ക കാട്ടുന്നത് തികഞ്ഞ ഇരട്ടത്താപ്പാണ്. റഷ്യയുമായി മുമ്പൊന്നുമില്ലാത്ത രീതിയിലുള്ള വ്യാപാര ബന്ധം തുടരാനുള്ള ഒരു സന്നദ്ധതയാണ് ഇന്ത്യ കാട്ടുന്നത്. അത് അങ്ങനെ തന്നെ പോകും. ഇന്ത്യയുടെ പ്രയോറിറ്റീസ് ഇന്ത്യക്കറിയാം. റഷ്യ ദീർഘകാല പങ്കാളിയാണ്, ചങ്ങാതിയാണ്. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് തുടരും. ഏതാണ്ട് ഇന്ത്യയുടെ ഊർജ ആവശ്യത്തിന്റെ 35 മുതൽ 40% വരെയാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. നോക്കൂ, ഉക്രൈൻ യുദ്ധം വരുന്ന സമയത്ത് വളരെ തുച്ഛമായിരുന്നു റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി. അതിനുശേഷം ഉപരോധം വന്നപ്പോൾ റഷ്യ വളരെ ആദായകരമായ ഡിസ്കൗണ്ടഡ് റേറ്റിൽ, അത് മാത്രമല്ല റൂബിൾ ടേംസിൽ ഡീൽ ചെയ്യുന്ന
ഒരു സാധ്യത കൂടി പരിഗണിക്കുമ്പോൾ ഇന്ത്യയുടെ നാഷണൽ ഇൻട്രസ്റ്റ്, ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഇത് പ്രാവർത്തികമാക്കാൻ അമേരിക്കയുടെ തീട്ടൂരം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. റഷ്യയിൽ നിന്ന് ഞങ്ങൾ എണ്ണ ഇറക്കുമതി ചെയ്തു, അത് തുടരുമെന്ന് അർത്ഥശങ്കയില്ലാത്ത രീതിയിൽ വിനയ് കുമാർ പ്രഖ്യാപിക്കുക. അത് മാത്രമല്ല, അമേരിക്കയുടെ ഇരട്ടത്താപ്പ്, യൂറോപ്പിൽ നിന്നുള്ള ഇറക്കുമതി, യൂറോപ്പ് വ്യാപാര ബന്ധം, ഇതെല്ലാം തന്നെ എക്സ്പോസ് ചെയ്യുന്ന വിനയ് കുമാറിന്റെ പ്രസ്താവനയാണ് നിക്കി ഹാലിക്കുള്ള മറുപടി. ഈ ജയശങ്കർ എന്ത് പറയുന്നു അതുകൊണ്ട് നോക്കാം. എസ് ജയശങ്കർ ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഏറ്റവും അധികം ഭയക്കുന്നത്, അല്ലെങ്കിൽ ട്രംപിനെ ഏറ്റവും അധികം ആശങ്കയിൽ ആഴ്ത്തുന്നത് ഒരുപക്ഷെ മോദിയുടെ നിലപാടല്ല. മോദി ഒരു പൊളിറ്റിക്കൽ ഹെഗ്യമൺ എന്ന നിലയിൽ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മാസ്റ്റർ എന്ന നിലയിൽ, ഇന്ത്യയുടെ ഔപചാരിക ശബ്ദം എന്ന നിലയിൽ മോദിയുടെ സ്ഥലം ഒരുപക്ഷെ ഇന്ത്യ ശ്രദ്ധിച്ചേക്കാം, ലോകരാജ്യങ്ങൾ ശ്രദ്ധിച്ചേക്കാം. പക്ഷെ ഇതിനെല്ലാം പിന്നിലെ വിസ്കിഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ്. നോക്കൂ, അദ്ദേഹം ഒരു ടിപ്പിക്കൽ പൊളിറ്റീഷ്യൻ അല്ല, കരിയർ ഡിപ്ലോമാറ്റ് ആയിരുന്ന ആളാണ്. ഇന്ത്യയുടെ പ്രിഫറൻസസ്, ഇന്ത്യയുടെ ചോയ്സ്, ഇന്ത്യയുടെ നീഡ്സ്, ഇന്ത്യയുടെ നാഷണൽ ഇൻട്രസ്റ്റ് വ്യക്തമായി നിർവചിക്കാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ ജയശങ്കറിന്റെ അളന്നു മുറിച്ച വളരെ ശാന്തനായി സൗമ്യനായി പ്രതികരിക്കുകയും പ്രതികരണങ്ങൾക്കകത്ത് മാന്യത പുലർത്തുകയും അതേസമയം കടുകിട നിലപാടുകൾ, കടുകിട വ്യത്യസ്തത, യാതൊരു രീതിയിലും കോംപ്രമൈസ് പുലർത്തുകയും ചെയ്യാത്ത ഒരു നേതാവ് എന്ന നിലയിൽ ജയശങ്കറിന്റെ വാക്കുകൾ നോക്കൂ. ജയശങ്കർ പറയുകയാണ്, ഇന്ത്യ ഹാസ് ഇറ്റ്സ് പ്രിഫറൻസസ്. ഒരുപക്ഷെ അമേരിക്ക ചുമത്തുന്ന ആവറേജ് ടാരിഫിനേക്കാൾ ഏറെ കൂടുതലായിരിക്കാം ഇന്ത്യ ചുമത്തുന്ന ടാരിഫ്. പക്ഷെ ഇന്ത്യയുടെ മാക്രോ ഇക്കണോമിക് ഫണ്ടമെന്റൽസ് ആൻഡ് റിയാലിറ്റീസ് സൂചിപ്പിക്കുന്നത് കാർഷിക വ്യവസ്ഥിതിയിലേക്ക് ഇരച്ചു കയറാനുള്ള അമേരിക്കയുടെ ശ്രമം ഒരു കാരണവശാലും ഇന്ത്യക്ക് അംഗീകരിക്കാനാവില്ല. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് കാർഷിക വ്യവസ്ഥയാണ്. നമ്മുടെ കൃഷിക്കാർ, അവരുടെ ഉൽപ്പന്നങ്ങൾ അവർക്ക് ന്യായമായ വില ലഭിക്കണം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഈ സ്വതന്ത്ര വ്യാപാര കരാറിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കരാറിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ ഫാം പ്രോഡക്ട്സ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇന്ത്യക്ക് നിന്ന് കൊടുക്കാനാവില്ല. ഇപ്പോൾ പറയുന്ന റഷ്യയുമായി വ്യാപാരം ചെയ്യുന്നു ഇന്ത്യ എന്ന് പറയുന്നതും ആ വ്യാപാരത്തിൽ നിന്ന് ലഭിക്കുന്ന പണം ഉക്രൈൻ യുദ്ധത്തിന് വേണ്ടി റഷ്യ ചെലവാക്കുന്നു എന്ന് പറയുന്നതും ശുദ്ധ അസംബന്ധമാണ് എന്ന് കണക്കുകൾ സഹിതം എസ് ജയശങ്കർ പറയുകയാണ്. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുടെയും കൂടി ആകത്തുക എടുത്തു നോക്കിയാൽ റഷ്യയുമായി ഏറ്റവും അധികം വ്യാപാരം ചെയ്തത് അവരാണ്, ഇന്ത്യ അല്ല. ഇന്ത്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ EU റഷ്യ ട്രേഡ് ഈസ് ഫാർ ബിഗർ ഇൻ പെർസെന്റേജ് ടേംസ്. ഇതാണ് സത്യം. അതിൽ എണ്ണ മാത്രമല്ല, അതിൽ നാച്ചുറൽ ഗ്യാസ് CNG ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വളരെ വലിയ വിപണിയാണ് യൂറോപ്പ് എന്ന് ഓർക്കണം. അപ്പൊ റഷ്യക്കും യൂറോപ്പിനും തമ്മിൽ ഇത്രയധികം ഡീൽ ചെയ്യാം. ഇത് നോക്കൂ, ചൈന റഷ്യ വ്യാപാര ബന്ധം നോക്കൂ. ഏറ്റവും അധികം എണ്ണ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ്, അല്ലെ? ചൈനയുടെ ആവശ്യത്തിന്റെ സിംഹഭാഗവും ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇറാനോടും റഷ്യയോടും എല്ലാം അമേരിക്കയ്ക്ക് വലിയ ചതുർത്ഥിയുമാണ്. അങ്ങനെയെങ്കിൽ ചൈനക്കെതിരെ ചുമത്തിയ നികുതിയേക്കാൾ വളരെ കൂടുതലാണല്ലോ ഇന്ത്യക്കെതിരെ ഇപ്പോൾ പിഴ നികുതി കൂടി ചേർത്ത് 50% ചുമത്തുന്നത്. ആ ഒരു ഇരട്ടത്താപ്പ് അത് ജയശങ്കർ ചൂണ്ടിക്കാട്ടുകയാണ്. അതുകൊണ്ട് ഇവിടെ ട്രംപിന്റെ ഒരു ആർഗ്യുമെന്റ് അത് പൊളിച്ചെടുക്കുകയാണ്. ട്രംപിന്റെ ആർഗ്യുമെന്റ് എന്താണ്? റഷ്യയെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കാനാണ് ഇന്ത്യക്ക് നേരെ നികുതി ചുമത്തിയത്. ഉക്രൈൻ വിഷയത്തിൽ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച സാധ്യമാകുന്നതിന് വേണ്ടി, റഷ്യയെ വരയിൽ നിർത്താൻ വേണ്ടി, റഷ്യയെ സമ്മർദ്ദപ്പെടുത്താനായി ഇന്ത്യക്ക് നേരെ തീരുവ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നതിന്റെ യുക്തിരാഹിത്യം പൊളിച്ചടുക്കുകയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അതുകൊണ്ട് ഇനി എവിടെയാണ് ഫ്യൂച്ചർ ഓഫ് ദി ട്രേഡ് ടോക്സ്, ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക? രണ്ട് സൂചനകളാണുള്ളത്. ഒന്ന്, അമേരിക്ക യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യുക്തിസഹമായ രീതിയിൽ ഇന്ത്യയുമായി ഇടപെട്ടുകൊണ്ട് കടുംപിടുത്തം ഉപേക്ഷിച്ചുകൊണ്ട് പിഴ ടാരിഫ് 27-ാം തീയതി നിലവിൽ വരുന്നത് ഒരിക്കൽ കൂടി നീട്ടിവെച്ചുകൊണ്ട്, ഒരുപക്ഷെ ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ നീട്ടിവെച്ചുകൊണ്ട് ഉള്ള ഒരു നിലപാടായിരിക്കും. കുറച്ചുകൂടി സമയം ഞങ്ങൾക്ക് വേണം, ആലോചിക്കാൻ സമയം വേണം, അതുകൊണ്ട് തീരുവ നിലവിൽ വരുന്ന 27-ാം തീയതി എന്നത് നീട്ടിവെച്ചിരിക്കുന്നു. അതൊരു സാധ്യത. രണ്ട്, ആ സമയത്ത്
ഇന്ത്യ അമേരിക്ക ചർച്ചകൾ ഒരുപക്ഷെ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി അതും പരാജയപ്പെടുന്ന ഘട്ടത്തിൽ ഇന്ത്യക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. റഷ്യയുമായി വൻതോതിലുള്ള സഹകരണം, ഇപ്പോൾ ഉള്ളതിനേക്കാൾ വർദ്ധിച്ച സഹകരണം. അതുമാത്രമല്ല, ഇറാൻ ഈസ് വെയിറ്റിംഗ് ഇൻ ദ വിങ്സ്. കഴിഞ്ഞ ദിവസം അയത്തുള്ള ഖൊമേനിയുടെ ഭാഗത്തു നിന്ന് വന്നൊരു പ്രസ്താവന, ഇറാനെ ചട്ടം പഠിപ്പിക്കാൻ ആരും വളർന്നിട്ടില്ല, വി ഹാവ് ഓപ്ഷൻസ്. അപ്പോൾ ഇറാനെതിരെയുള്ള ഉപരോധം മറികടക്കാൻ ഇന്ത്യയുമായി വൻതോതിലുള്ള ഇപ്പോൾ നിർത്തിവെച്ചിരുന്ന ഇറാൻ ഓയിൽ ട്രേഡ് പുനരാരംഭിച്ചുകൊണ്ട് പുതിയ അച്ചുതണ്ട് വികസിപ്പിക്കാൻ. ആ അച്ചുതണ്ട് എങ്ങനെ വരും? റഷ്യ, ചൈന, ഇന്ത്യ, ഇറാൻ. ഏഷ്യൻ മേഖലയിലേക്ക് അമേരിക്കയ്ക്ക് കടന്നു കയറാനാവാത്ത രീതിയിൽ, ഏഷ്യൻ രാജ്യങ്ങളുടെ ഭാഗധേയം നിർണ്ണയിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കാത്ത രീതിയിൽ, പാകിസ്ഥാനെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് കാര്യങ്ങൾ അട്ടിമറിക്കാൻ സാധിക്കാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള അച്ചുതണ്ട് ശക്തികൾ, അത് സൈനികമായിരിക്കില്ല, പ്യോർലി ഇക്കണോമിക് സഹകരണം, അത് താൽക്കാലിക അടിസ്ഥാനം. ഇന്ത്യക്കറിയാം, ദീർഘകാലമായി ഇറാനെയോ ചൈനയോ വിശ്വസിക്കാനാവില്ല, റഷ്യ കുറച്ചുകൂടി വിശ്വസിക്കാനാവും എന്നും അറിയാം. അതുകൊണ്ട് ചൈനയുമായുള്ള രാഷ്ട്രീയ സാംസ്കാരിക വൈജാത്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ, അതേക്കുറിച്ചുള്ള ബോധം മനസ്സിൽ ഉണ്ടായിരിക്കെ തന്നെ സാമ്പത്തികമായ ഇടപാടുകൾ ഇപ്പോൾ 3 ഇടനാഴികൾ. കഴിഞ്ഞ ദിവസം വാങ് യി, ചൈനീസ് വിദേശകാര്യമന്ത്രി, ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി പിരിഞ്ഞതേ ഉള്ളൂ. അതിനർത്ഥം എന്താ? ഈ 3 ചുരങ്ങൾ വഴി, ഹിമാചൽ പ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും അങ്ങ് സിക്കിം അതിർത്തിയിലെയും 3 ചുരങ്ങൾ വഴി കരമാർഗം ചൈനയിലേക്കുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു തുടക്കമാണ്, ഇതൊരു സൂചനയാണ്, അമേരിക്കയ്ക്ക് നേരെയുള്ള ശക്തമായ സൂചനയാണ്. വേണ്ടി വന്നാൽ ചൈനയുമായുള്ള വ്യാപാര ബന്ധം ഇപ്പൊ അമേരിക്കയുമായി മാച്ച് ചെയ്യാനാവില്ല നമുക്കറിയാം. കാരണം അമേരിക്കയുമായിട്ടുള്ളത് $132 ബില്യൺ വാർഷിക വ്യാപാരമാണ്. അത്രയും ഒന്നും ചൈനയുമായി എത്തില്ല എന്ന് നമുക്കറിയാം. പക്ഷെ സൂചന എന്ന നിലയിൽ ചൈനയുമായുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കാനുള്ള നയപരമായ തീരുമാനമെടുക്കുകയും അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ട്രേഡ് നെഗോസിയേഷനെ ഇന്ത്യ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തി എടുക്കുക എന്നതും ഒരു ഉദ്ദേശമാണ്. ജയശങ്കർ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു, ട്രംപിന്റെ വിദേശ നയം ഇത്രയധികം പരസ്യമായി വിഴുപ്പലക്കിക്കൊണ്ട് വിദേശ നയം നടത്തുന്ന ഒരു പ്രസിഡന്റും മുൻപുണ്ടായിട്ടില്ല. ഇതൊരു പുതുമയാണ്, ഇതൊരു നോവൽറ്റിയാണ് എന്ന് ട്രംപിനിട്ട് ഒരു വലിയ കൊട്ട് കൊടുത്തുകൊണ്ടാണ് ജയശങ്കർ തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. മാത്രമല്ല, ശ്രീ ജയശങ്കർ വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നരേന്ദ്രമോദി ഇതിനൊന്നും മറുപടി പറയില്ല, ട്രംപിന്റെ ജൽപ്പനങ്ങൾക്ക് താൻ മറുപടി പറഞ്ഞാൽ മതിയാകും, മോദി മറുപടി പറയും എന്ന് ആഗ്രഹിക്കേണ്ട കാര്യമില്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യ is now using some ambassadors and some career diplomats and also the foreign minister to give a befitting reply to America. ഇതൊരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്. വീണ്ടും 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 ട്രംപിന്റെ മുറിവിൽ, നൊബേൽ സമ്മാനത്തിന്റെ മുറിവിൽ മുള കരച്ചു പുരട്ടുന്ന രീതിയിൽ ട്രംപ് അല്ല ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ 50 വർഷമായി തുടരുന്ന ഈ ഉഭയകക്ഷി ബന്ധം അല്ല എങ്കിൽ ഇന്ത്യയുടെ ബൈലാറ്ററലിസം എന്ന പോളിസി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യ മുന്നോട്ട് പോകും. ട്രംപ് എന്നല്ല, ഒരാളും ഇന്ത്യയുടെ യുദ്ധങ്ങളിൽ, ഇന്ത്യയുടെ പോരാട്ടങ്ങളിൽ മധ്യസ്ഥത വഹിക്കാൻ വന്നിട്ടില്ല, ഇനി വരികയും വേണ്ട, അസ്വീകാര്യമാണ്. ഇതൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ട്രംപിനെ നേരെ നിന്നുകൊണ്ട് നേർക്ക് നേർ വെല്ലുവിളിക്കുന്ന ഇന്ത്യ ഇപ്പോൾ കാണുന്നു. അതുകൊണ്ടാണ് ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ നിർണായകമാണ്. 27-ാം തീയതി ആഗതമാകുന്നു. അതിനുള്ളിൽ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 വശങ്ങളും, ഇന്ത്യയുടെ ഭാഗവും അമേരിക്കയുടെ ഭാഗവും, 2 മുഖാമുഖം ഇങ്ങനെ നിൽക്കുകയാണ്. ഹു വിൽ ബ്ലിങ്ക് ഫസ്റ്റ് എന്നതാണ് ചോദ്യം. ഇന്ത്യ ബ്ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. താങ്ക് യു.